സഹോദരന്മാരെ, ഈ വീഡിയോ കണ്ട നിങ്ങള് ഒരു താത്തക്കുട്ടിയെ പോലീസുകാർ തൂക്കിയെടുത്ത് കൊണ്ടപ്പോന്ന് ഇതാരാന്നറിയാ? ഇത് നമ്മളെ സമുദായത്തിന്റെ കുട്ടിയാ. എന്തിനാ പോലീസുകാർ തൂക്കിയെടുത്ത് കൊണ്ടപ്പോന്നറിയാ? PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് സമരം നടത്തിയതാ. ആ സമരത്തിന്റെ ഭാഗമായിട്ട് താത്തക്കുട്ടിയെ തൂക്കിയെടുത്തിട്ട് പോലീസ് കൊണ്ടപ്പോന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതേപോലെ അടി യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ കഴിയില്ല. എന്തിനു വേണ്ടിയിട്ട്? PMC നടപ്പാക്കുന്നതിനെതിരെ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ട്. എന്നാൽ അത് കഴിഞ്ഞ ആ സർക്കാർ ഒഴിവായിപ്പോയി. ഇപ്പം വന്ന സർക്കാർ ഈ തൂക്കിയെടുത്ത് കൊണ്ടപ്പോന്ന് സമുദായത്തിന്റെ കുട്ടി ഇന്നിപ്പോ മെമ്പറാ. എടാ, നിയമസഭയിൽ മെമ്പറാ, MLA ആണ്. ഈ കുട്ടി പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ നേതാവാണ് ഇന്ന് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്, വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വെളിച്ചം, അങ്ങനെയല്ലേ? ദീനിന്റെ സൂര്യൻ. അദ്ദേഹമാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം പറയാ, ഈ പാഠ്യപദ്ധതി നമ്മൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് PMC നടപ്പാക്കുമ്പോൾ കേരളത്തിൽ? ഒരു ലീഗ് നേതാവ്, അദ്ദേഹത്തിന്റെ വാക്കും പഴയ ചാക്കു ഒരു പോലെ, അദ്ദേഹം കിട്ടിയ പലതും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്, ഷാജി. ആ ഷാജിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പൊ മുണ്ടാട്ടമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയുണ്ട് ഇവരെ ഒരു ഇത്? PMC നടപ്പാക്കാൻ വേണ്ടി ഇപ്പൊ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടതാണ്. എന്നാൽ ഒപ്പിട്ടിട്ടുണ്ട്, ഇല്ല നിഷേധിക്കുന്നില്ല, അതവിടെ മരവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഇടതുപക്ഷം നടപ്പാക്കിയത് ഇവർ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ? ഇവരെ കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ 102 സീറ്റും കൊടുത്തിട്ട്. ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇടതുപക്ഷ സർക്കാരിനെ മാറ്റി നിർത്തിയത്? അതിനൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഇവരെ കൊണ്ടാണ്. അത് സമുദായത്തിന്റെ പാർട്ടിക്കാരെ കൊണ്ടാണ്. 22 സീറ്റല്ലേ അവർക്ക് നേടിക്കൊടുത്തേ. മലപ്പുറത്തെ ഭൂരിപക്ഷം നോക്കിയിട്ട് നിങ്ങൾ. എന്നിട്ട് ഇപ്പം വന്നിട്ട് പറയാ ഇടതുപക്ഷ സർക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മിൽമ പാലിന് 4 രൂപ കൂട്ടുമ്പോ പറഞ്ഞ അത് ഇടതുപക്ഷ സർക്കാർ കൂട്ടിയതാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കിട്ടുന്ന കാര്യം. എന്നാൽ കേരളയിലിന്റെ കുറ്റി ഇവർ നേരത്തെ കണ്ട് അതിന് പച്ചപ്പെയിന്റ് അടിക്കാൻ വേണ്ടി തീരുമാനിച്ച് അത് ഇവർ കണ്ട്. വല്ലാത്ത ജാതിക്കളനല്ലേട്ടാ നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ കൊണ്ടുവന്നത്? ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയത് കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ PMC നടപ്പാക്കൂന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ? ഈ വിഷയത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടല്ലോ, UDFന്റെ കൂടെ സമുദായത്തിൽ കുറെ വിദ്യാഭ്യാസ സംഘടന ഉണ്ടല്ലോ. ഒറ്റയൊന്നും മിണ്ടുന്നില്ലല്ലോ, ഒറ്റൊന്നിന്റെ ബായി മുണ്ടാട്ടില്ലാലോ. എന്തേ നിങ്ങൾക്ക് ഉണ്ടാട്ടെ? ഇപ്പൊ PMC നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തേ നിങ്ങളൊന്നും പ്രതികരിക്കാതെ? സത്താറ് പന്തല്ലൂര് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് വാചാലനായല്ലോ. എന്തേ ഓന്റെ നാവ് മുണ്ടാണ്ടായിപ്പോ? ഓനൊരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? എന്തേ മുണ്ടാതെ PMCയെ കുറിച്ചിട്ട്? നമ്മളെ പാർട്ടി നടപ്പാക്കുമ്പോ എല്ലാം ഹലാല്. അതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഇവരെന്ത് കൊണ്ടുവന്നാലും എല്ലാം ഹലാല്. ഇടതുപക്ഷ തൊട്ടതെടുത്തതെല്ലാം ഹറാം. ഇത് എന്ത് മതമോ, എന്ത് വിശ്വാസമോ, എന്ത് കാഴ്ചപ്പാടാണ്? വല്ലാത്ത ജാതിക്കളുടെ ഏട്ടങ്ങള്.